ഈ ഒരു ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ഇട്ട ടൈമിൽ ഒരുപാട് കമൻറ്റ്സ് വന്നു. അതുപോലെ തന്നെ 1 മില്യൺ ആൾക്കാരാണ് നമ്മളെ വീഡിയോസൊക്കെ കണ്ടത്. കുറേ പേര് വന്നിട്ട് കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം കേട്ടോ. മുമ്പ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. 10 റുപ്യേൻ്റെ ഒരു ഓറിയോ എടുത്തിട്ടുണ്ട്. അതിലൊരു 4 ഓറിയോ മാത്രമേ ഉണ്ടാവും. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പാൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാൽ തിളപ്പിക്കണോ, പാൽപ്പൊടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പാല എടുക്കുന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചവെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ആക്കി എടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടൊന്ന് കുതിർത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പഞ്ചസാര ഇടണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ക്രീമിൽ തന്നെ നല്ല മധുരമുണ്ട്. ഞാൻ ഈ ബാറ്റർ അധികം ലൂസാക്കുന്നില്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ്. പറ്റും, ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. തട്ടിലല്ലാണ്ട് വേറെ എന്തിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ ഊരി വെച്ചിട്ട് കുക്കറിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുക്കറിലാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ റിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ബാറ്റർ വെക്കാനായിട്ട്. വെറും ഓറിയോ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഒരു 15-20 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ കുക്കായി കിട്ടിക്കോളും. ആദ്യത്തെ 3 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ ചെറുതായിട്ടൊന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ടാക്കിയപ്പം പാലും ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം നമ്മൾ അത് രണ്ടും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. 10 രൂപേൻ്റെ ഓറിയോ വെച്ച് മാത്രമാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഡയറി മിൽക്കൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അതൊന്നും മെൽട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ന്യൂട്ടലിയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ്. കുറച്ചും കൂടി വേറെ എന്തെങ്കിലും മെൽട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റീപ്ലൈ തന്നിരിക്കും. ഒരുപാട് കമൻറ്റ്സ് വന്നിന്, അതിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കമൻറ്റ്സ് ഇട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊരു വീഡിയോ ആക്കി ചെയ്തതേ ഉള്ളൂ. ഈ വീഡിയോക്ക് ഇത്രയും സപ്പോർട്ട് തന്ന എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല കമൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുന്ന കമൻറ്റ്സൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ ബൈ.